നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടും ചൂടിൽ നിന്ന് രക്ഷ. യുഎഇയിൽ ഉച്ചവിശ്രമം ഇന്നു മുതൽ. കുവൈത്ത് ദുരന്തം. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച ABN ഗ്രൂപ്പ്. കുവൈത്ത് തീപിടുത്തം. മൃതദേഹങ്ങൾ ഉടനടി നാട്ടിലേക്ക് അയക്കാൻ സാധിച്ചതിന് കുവൈത്ത് അധികൃതർക്ക് നന്ദി പറഞ്ഞ പ്രവാസികൾ. ഖത്തറിൽ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ 2 യുവാക്കൾ മരിച്ചു. അറഫ സംഗമം ഇന്ന്. ഇന്ത്യൻ തീർത്ഥാടകർക്ക് മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയതായി ഹജ്ജ് മിഷൻ. ഹജ്ജ് 2024 കർമ്മങ്ങൾ ആരംഭിച്ചു. അറഫ സംഗമം ഇന്ന്. 15 ലക്ഷം തീർത്ഥാടകർ മിനായിലേക്ക്. കൊടും ചൂടിൽ നിന്ന് രക്ഷ. യുഎഇയിൽ ഉച്ചവിശ്രമം ഇന്നു മുതൽ. കൊടും ചൂടിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കാൻ യുഎഇയിൽ ഇന്നു മുതൽ ഉച്ചവിശ്രമം. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയാണ് ഉച്ചവിശ്രമം നിർബന്ധമാക്കിയത്. സെപ്റ്റംബർ 15 വരെ 3 മാസക്കാലത്തേക്കാണിത്. ഈ സമയം തൊഴിലാളികളെ പുറംജോലി ചെയ്യിക്കാൻ പാടില്ലെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി ഉഷ്ണകാല രോഗങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. തുടർച്ചയായി 20ാം വർഷമാണ് യുഎഇയിൽ ഉച്ചവിശ്രമം നടപ്പാക്കുന്നത്. ചൂടിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഡെലിവറി ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ 6000 വിശ്രമ കേന്ദ്രങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ജോലി സമയം ക്രമീകരിക്കാം. തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജോലി സമയം അതത് കമ്പനിക്ക് ക്രമീകരിക്കാം. ചൂട് താരതമ്യേന കുറഞ്ഞ രാവിലെയും വൈകിട്ടുമാക്കി 2 ഷിഫ്റ്റോ അല്ലെങ്കിൽ പുലർച്ചെ തുടങ്ങി 12-ന് തീരും വിധം ഒറ്റ ഷിഫ്റ്റോ ആക്കാം. ജോലി സമയം 8 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഓവർടൈം ജോലിക്ക് അധിക വേതനം നൽകണം. ഉച്ചവിശ്രമകാലത്തെ ജോലി സമയ ക്രമീകരണം മുൻകൂട്ടി തൊഴിലാളികളെ അറിയിക്കണം. ഷിഫ്റ്റായാണ് ജോലി ചെയ്യാൻ ക്രമീകരിക്കുന്നതെങ്കിൽ ഇടവേള സമയത്ത് കൊടും ചൂടിൽ നീണ്ട യാത്ര ഒഴിവാക്കണം. പകരം ജോലി സ്ഥലത്ത് തന്നെ വിശ്രമിക്കാൻ ശീതീകരിച്ച പ്രത്യേക സൗകര്യം ഒരുക്കണം. ഇവിടെ തണുത്ത ശുദ്ധജലം ലഭ്യമാക്കണം. അടിയന്തര ഘട്ടങ്ങളിൽ പ്രത്യേക ഇളവ്. അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യ സേവന വിഭാഗം ജീവനക്കാർക്ക് നിരോധിത സമയത്തും ജോലി ചെയ്യാൻ ഇളവുണ്ട്. എന്നാൽ ഈ തൊഴിലാളികളുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ആരോഗ്യ സുരക്ഷാ മുൻകരുതലും കമ്പനി ഒരുക്കണം. തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാതിരിക്കാനും ശരീരം തണുപ്പിക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കണം. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് ആളൊന്നിന് 5000 രൂപ വീതം പിഴ ചുമത്തും. പരമാവധി 50,000 ദിർഹമാണ് പിഴ. കൂടാതെ കമ്പനിയെ തരം താഴ്ത്തുന്നതിനൊപ്പം ജോലി താൽക്കാലികമായി നിർത്തിവെപ്പിക്കും. നിയമലംഘനം കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും ശക്തമാക്കും. നിയമലംഘകരെക്കുറിച്ച് മന്ത്രാലയത്തെ അറിയിക്കുമെന്നും അഭ്യർത്ഥിച്ചു. ചൂടുകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മുൻകരുതലുകളും സംബന്ധിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കണം. അറബിക്, ഇംഗ്ലീഷ് ഭാഷകൾക്ക് പുറമെ തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന അവരുടെ ഭാഷയിലും ബോധവൽക്കരണം നൽകാം. തയ്യാറെടുപ്പുകൾ വിലയിരുത്തി മധ്യാഹ്ന ഇടവേള നടപ്പിലാക്കാൻ സ്വകാര്യ മേഖലയുടെ തയ്യാറെടുപ്പുകൾ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അവാർ അവലോകനം ചെയ്തു. മന്ത്രാലയത്തിലെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം ദുബായിലെ പ്രധാന നിർമ്മാണ സൈറ്റുകളിലൊന്ന് ഡോക്ടർ അൽ അവാർ സന്ദർശിച്ചു. തൊഴിലാളികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനായി കൂളിംഗ് ഉപകരണങ്ങൾ, തണുത്ത വെള്ളം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കി കമ്പനി തൊഴിലാളികൾക്കായി ഒരുക്കിയ വിശ്രമ സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. യുഎഇയിലെ സ്വകാര്യ മേഖലയിൽ ഉച്ചവിശ്രമം ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നുവെന്ന് അൽ അവാർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. കുവൈത്ത് ദുരന്തം. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച ABN ഗ്രൂപ്പ്. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ABN ഗ്രൂപ്പ് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് ചെയർമാൻ JK മേനോൻ പ്രഖ്യാപിച്ചു. നഷ്ടപ്പെട്ടവരെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്ന കുടുംബങ്ങളെ ചേർത്തുപിടിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് നോർക്ക ഡയറക്ടർ കൂടിയായ JK മേനോൻ പറഞ്ഞു. ലോക കേരള സഭയിൽ പങ്കെടുക്കവെയാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. ധനസഹായത്തിന് പുറമെ മരിച്ചവരുടെ ആശ്രിതർക്ക് ABN ഗ്രൂപ്പിന് കീഴിലെ വിവിധ സ്ഥാപനങ്ങളിലായി ജോലിയും നൽകും. നോർക്ക റൂട്ട്സ് മുഖേനയായിരിക്കും കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുക. കുവൈത്ത് ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അതിവേഗ ഇടപെടലുകൾക്ക് പിന്തുണ നൽകുക തന്റെ കടമയായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ് ശൃംഖലയാണ് ABN ഗ്രൂപ്പ്. അന്തരിച്ച വ്യവസായിയും ഖത്തറിലെ അറിയപ്പെട്ട ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോന്റെ മകനാണ് ABN ഗ്രൂപ്പ് ചെയർമാൻ JK മേനോൻ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. കുവൈത്ത് തീപിടുത്തം. മൃതദേഹങ്ങൾ ഉടനടി നാട്ടിലേക്ക് അയക്കാൻ സാധിച്ചതിന് കുവൈത്ത് അധികൃതർക്ക് നന്ദി പറഞ്ഞ പ്രവാസികൾ.
മലയാളികൾ ഉൾപ്പെടെ തീപിടുത്തത്തിൽ മരിച്ച മുഴുവൻ ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ ഉടനടി നാട്ടിലേക്ക് അയക്കാൻ സാധിച്ചതിന് കുവൈത്ത് അധികൃതർക്ക് നന്ദി പറഞ്ഞ പ്രവാസികൾ. അസാധാരണ വേഗത്തിലായിരുന്നു മുഴുവൻ നടപടിക്രമങ്ങളും. കുവൈത്ത് അമീറിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര ആരോഗ്യ വകുപ്പ് മന്ത്രിമാരാണ് മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത്. എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് കൈമാറുമ്പോൾ കണ്ണീരടക്കാൻ പാടുപെടുകയായിരുന്നു മരണപ്പെട്ടവരുടെ കുവൈത്തിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. ഒരേ കെട്ടിടത്തിൽ അത്യാഹിത നേരത്ത് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട സഹപ്രവർത്തകരും കരച്ചിലടക്കാൻ വല്ലാതെ പാടുപെട്ടു. പ്രിയപ്പെട്ടവർ ഇനിയില്ല എന്ന തിരിച്ചറിവിൽ പലരും വിങ്ങിപ്പൊട്ടി. ഇതിനിടയിലും മൃതദേഹങ്ങൾ ഉറ്റവരിലേക്ക് എളുപ്പം കൈമാറാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് കുവൈത്തിലെ സാമൂഹിക പ്രവർത്തകർ. അത്യാഹിതം സംഭവിച്ചത് മുതൽ എല്ലായിടങ്ങളിലും ഓടിയെത്തി രക്ഷാപ്രവർത്തനം മുതൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ വരെ മുന്നിൽ നിന്നത് രണ്ടുപേരാണ്. കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് അൽ സബാഹും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദിയുമാണിത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നേരത്തെ കുവൈത്തിൽ എത്തിച്ചേർന്നതും മികച്ച ഏകോപനം സാധ്യമാക്കിയ ഘടകമാണ്. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ആദർ സൈവൈക്കയും ഉദ്യോഗസ്ഥരും നടത്തിയ കഠിനാധ്വാനവും ചെറുതല്ല. അകാലത്തിൽ പൊലിഞ്ഞ മനുഷ്യരുടെ നാട്ടിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ യത്നിച്ച മുഴുവൻ പേർക്കും നിശബ്ദമായി നന്ദിയൊതുകയാണ് കുവൈത്തിലെ മലയാളി പ്രവാസികൾ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈത്ത്. ഖത്തറിൽ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ 2 യുവാക്കൾ മരിച്ചു. ഖത്തറിൽ വാഹനാപകടത്തിൽ 2 മലയാളി യുവാക്കൾ മരിച്ചു. തൃശൂർ വടക്കേക്കാട് ഞമനങ്ങാട് സ്വദേശി മച്ചിൽ മുഹമ്മദ് ത്വയ്യിബ് ഹംസ, തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി മുഹമ്മദ് ഹബീൽ എന്നിവരാണ് മരിച്ചത്. മാൾ ഓഫ് ഖത്തറിന് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. 2 പേരും തൽക്ഷണം മരിച്ചു. മുഹമ്മദ് ത്വയ്യിബ് ഹംസ ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിലാണ് ജോലി ചെയ്യുന്നത്. പിതാവ് ഹംസ ഖത്തർ ഐഡിയ സ്കൂൾ ജീവനക്കാരനാണ്. അഹമ്മദ് ഹബീൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. മൃതദേഹങ്ങൾ ഹമദ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. അറഫ സംഗമം ഇന്ന്. ഇന്ത്യൻ തീർത്ഥാടകർക്ക് മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയതായി ഹജ്ജ് മിഷൻ. പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ലോകമെമ്പാടും നിന്നുള്ള ലക്ഷക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് അറഫയിൽ സംഗമിക്കും. തീർത്ഥാടനത്തിന്റെ 2ാം ദിവസമായ ഇന്നാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. ഇന്നലെ മിനായിൽ തങ്ങിയ തീർത്ഥാടകർ ഇന്ന് നമീറ പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം കാരുണ്യത്തിന്റെ മല എന്നറിയപ്പെടുന്ന ജബലുർ റഹ്മയിൽ പ്രാർത്ഥനകളിൽ മുഴുകും. തുടർന്ന് അറഫയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മുസ്തലിഫയിലേക്ക് നീങ്ങും. നാളെ പുലർച്ചെയോടെ മിനായിലേക്ക് തിരിക്കും. മിനായിൽ സാത്താന്റെ പ്രതീകമായ ജംറത്തുൽ അക്ബയിൽ കല്ലേറ് കർമ്മം നടത്തും. പുണ്യപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മാഷായർ ട്രെയിൻ സൗകര്യവും തീർത്ഥാടകർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് മിനായിലേക്ക് ബസ് സൗകര്യമാണുള്ളത്. മിനായിലെ തമ്പുകളിൽ നിന്ന് അറഫയിലേക്ക് 14 കിലോമീറ്റർ ദൂരമുണ്ട്. തീർത്ഥാടകരെ യഥാസമയം അറഫ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയതായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, സൗദി. ഹജ്ജ് 2024 കർമ്മങ്ങൾ ആരംഭിച്ചു. അറഫ സംഗമം ഇന്ന്. 15 ലക്ഷം തീർത്ഥാടകർ മിനായിലേക്ക്. ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മം ആരംഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാനായി സൗദി അറേബ്യയിലെത്തിയ 15 ലക്ഷത്തിലധികം തീർത്ഥാടകർ കൂടാര നഗരമായി മിനായിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. 43 ഡിഗ്രി കൊടും ചൂടിലും തീർത്ഥാടകർ കാൽനടയായും ബസ്സിലും യാത്ര ചെയ്താണ് മിനായിലേക്ക് പോകുന്നത്. മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് മിന. ഹജ്ജ് ആരംഭിച്ചതായി ഇന്ത്യൻ ഹജ്ജ് ദൗത്യ സംഘം എക്സിൽ കുറിച്ചു. അസീസയിൽ നിന്ന് മിനായിലേക്ക് ഇന്ത്യൻ തീർത്ഥാടകർ യാത്ര ആരംഭിച്ചിരിക്കുന്നുവെന്നും ഇന്ത്യൻ ഹജ്ജ് ദൗത്യ സംഘം എക്സിൽ എഴുതിയ പോസ്റ്റിൽ പറയുന്നു. തീർത്ഥാടകരുടെ എണ്ണം ഇത്തവണ 20 ലക്ഷം കവിയുമെന്ന് സൗദി വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തിനകത്ത് നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും ഇത്തവണ വർധനവുണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മക്ക. യുഎഇയിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.